നെക്സ്റ്റ്. എന്ത് പേര്? ചിഞ്ചുന്നാ. സ്നേഹമുള്ളവർക്കൊക്കെ എന്നെ ചിഞ്ചുമാന്ന് വിളിക്കാം. സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? എന്തോന്നാ? അല്ല, സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന്. വീട്ടിലുണ്ട്. അത് ശരി. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഓടി ഇങ്ങ് പോന്നു. സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ഇവക്ക് ഭ്രാന്താടേ. ആടയല്ല, ആണടേ. റോച്ച റോച്ച എന്നെയും കൂടെ എടുക്ക് റോച്ച. എനിക്ക് ശമ്പളം ഒന്നും വേണ്ട പ്ലീസ്. കുട്ടി കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ വിളിക്കാം. അങ്ങനെ ഇപ്പൊ ഞങ്ങള് വന്ന് വിളിക്കണ്ട. വിളിക്കാൻ വരുമ്പോ നീ ഒറ്റയ്ക്ക് അങ്ങ് വന്നാ മതി. ഞാൻ ഇറങ്ങി വരാം. നീയാ? എന്താടാ അവനെ വിളിച്ച്? അപ്പൊ കേക്കാൻ വയ്യാത്ത ആളാണല്ലേ ചേട്ടൻ? ഇല്ല, മനസ്സിലായില്ലേ? ഒന്നാമത് ഞാൻ ചേട്ടനോടല്ല അത് പറഞ്ഞത്, ടോണി മോനോടാ. പിന്നെ ചേട്ടൻ എന്തിനാ അത് കേക്കുന്നെ? ടോണി മോനെ യാത് വകയില്? ഞങ്ങള് തമ്മിൽ ചുമ്മാ. അങ്ങനെ ചുമ്മാ ഇരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട്. ചിഞ്ചു, തമാശകളെ പുറത്ത് വെയിറ്റ് ചെയ്, ഞാൻ വിളിക്കാം. എന്നെ എടുക്കണ റോയിച്ച പ്ലീസ്. പ്രാന്താശുപത്രിയിലെ വാർഡിലേക്കാണോ? അതെ, റോയിച്ചിന്റെ വീട്ടിലെ ടോണിമോന്റെ റൂമിലേക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാ റോയിച്ച. ഏതടാ ഈ പ്രാന്തി? ഒന്നും പറയേണ്ട സണ്ണിച്ചായി, ഇവന്റെ കൂടെ പണ്ട് പഠിച്ചു വന്നതാ. അന്ന് മുതൽ അതിന് ഇവനോട് കടുത്ത പ്രേമോ. കോൾ അടിച്ചല്ലടേ ടോണി മോനെ. പക്ഷെ ഉള്ള കാര്യം പറയാല്ലേ, നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണ്. എങ്ങനെ തപ്പി എടുത്തടേ ഇതിന്? കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും ഒരെണ്ണത്തിനെ കൂടെ കണ്ടെത്താൻ എനിക്ക് അധികം പാടില്ല. ഒരെണ്ണത്തിനെ ആലോചിച്ചാലോ? നിന്റെ സ്വന്തം ഇച്ഛായനൊരെണ്ണത്തിനെ കണ്ടുപിടിയടാ ആദ്യം, എന്നിട്ട് മതി വകയിലെ എനിക്ക് കേട്ടാ.